ഹലോ നമസ്കാരം. എന്താ പരിപാടി? അൽക്കോർ പാർക്കിലേക്ക് വന്നിരിക്കുക. അതെ, അപ്പൊ ഞങ്ങളിത് അൽക്കോർ പാർക്കിൽ എത്തിയിട്ടാ. അപ്പൊ പോവല്ലേ? മുന്നിക്കുട്ടി റെഡി അല്ലേ? അങ്ങനെ ഞങ്ങൾ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറി. ഒരു ഗ്ലാസിൻ്റെ ഒരു ഡോം വയ്ക്കും, അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. ഹലോ, എങ്ങടെ പോകേണ്ടതെന്ന് രേഷ്മിക്ക് കൺഫ്യൂഷനായി. ലെഫ്റ്റ് പോകണോ റൈറ്റ് പോകണോ എന്നുള്ള കൺഫ്യൂഷൻ്റെ ആളിപ്പോൾ നിൽക്കണേ. എന്തായാലും അടിപൊളി. അതെ, ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് 4 മണിക്കാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആൾക്കാരെ കയറ്റി തുടങ്ങിയത്. എന്തായാലും കാഴ്ചകൾ കാണാനേ. ഞങ്ങളിത് അൽക്കോർ പാർക്കിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. മുന്നിക്ക് ഒരുപാട് എനിമൽസിനേക്കും കാണണം എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ, അല്ലേ? അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നടക്കാനായിട്ട് ഇങ്ങനെ നല്ല വഴിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ കണ്ടില്ലേ, ഇരിക്കാനായിട്ട് നമുക്ക് ക്ഷീണിച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതുപോലെ 2 സൈഡിലായിട്ട് ഒരുപാട് മരങ്ങളൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. നല്ലൊരു ഫീലുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇവിടെ നടക്കുമ്പോൾ, അല്ലേ? നമ്മുടെ ഒരു റിസോർട്ടിൻ്റെ ഉള്ളിലേക്കും പോയ ഒരു ഫീലിങ് അല്ലേ? അതെ അതെ അതെ, പച്ചപ്പ് കിട്ടുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം നമുക്ക്. എനിമൽസിനെ കാണണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നാളായി. അപ്പോൾ ഇവിടെ കുറച്ച് പുതിയ പുതിയ വെറൈറ്റി എനിമൽസൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയണം. നമ്മുടെ ലയണും മങ്കിയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും പോയി നോക്കി നോക്കാം നമുക്ക് കാണാനായിട്ട്. ഓക്കെ, നല്ല നല്ല കാഴ്ചകൾ, മനോഹരമായ കാഴ്ചകൾ. രേഷ്മിയും മുന്നിക്കുട്ടിയും പതുക്കെ ഷോർട്ട് കട്ട് അടിച്ചു. അപ്പോൾ എന്തായാലും ഞാനതിനുള്ളിൽ കൂടെ പോകട്ടെ. നടക്ക്. ഒരാളാകെ മൂടി കെട്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. വെയില് കൊള്ളാണ്ടിരിക്കാനുള്ള സൂത്രമാണ്. അല്ലാണ്ട് കണ്ടില്ലേ, ഒരുപാട് മരങ്ങൾ നിൽക്കണൊക്കെ അടിപൊളി അല്ലേ? നല്ല കാറ്റുണ്ട് കേട്ടോ. കാറ്റുള്ളത് കൊണ്ട് പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് കാഴ്ചകൾ കിട്ടിയാൽ മതി അല്ലേ? നല്ല നല്ല അടിപൊളി കാഴ്ചകൾ. നടക്കാനായിട്ട് ഇങ്ങനെ നല്ലൊരു വഴിയുണ്ട്. അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ പതുക്കെ നടന്നിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകണം. അവിടെയാണ് നമ്മുടെ എനിമൽസൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും പോയി നോക്കാം. അതെ, കുറച്ച് എനിമൽസ് ഇപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പുലി, ഒരു പുലി, പെൺപുലി, 2 പെൺപുലി, ഒരു സിംഹം. പുലിയാണോ മങ്കിയാണോ? 2 സൈഡിൽ ഇങ്ങനെ മരങ്ങൾ നിൽക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ. അടിപൊളി. ഹലോ, അടുത്ത എവിടേക്കാ? ആരെ കാണാനാ? അപ്പൊ പിന്നെ പുലിയായിരിക്കും അല്ലെ? ലയൺ. പുലിന്നില്ലല്ലേ? ടൈഗർ എന്ന് വെച്ചാൽ കടുവല്ലേ? എന്തെങ്കിലും ആവട്ടെ. കണ്ടുട്ടോ, നീച്ചേട്ടൻ പറഞ്ഞില്ലേ ആദ്യം കാണുന്ന. അതെ, അപ്പൊ എന്തായാലും ആദ്യം കണ്ടാണ് നമുക്ക് പോയി നോക്കാം. എന്തായാലും കണ്ടില്ലേ, ഇങ്ങനെ ഒരു സെറ്റപ്പാണ് അതിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അടിപൊളി, നല്ല രസമാക്കി ചെയ്തിട്ടുണ്ട്. ഒരു വുഡിൻ്റെ പീസൊക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നല്ല കാണാനൊക്കെ നല്ല രസമുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഹിപ്പോപ്പൊട്ടാംസ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കി നോക്കാം എന്താണെന്ന്. ഹിപ്പോപ്പൊട്ടാംസാന്ന് പറഞ്ഞ് വന്നതാ, പക്ഷെ സത്യത്തിൽ രേഷ്മയാണ് കണ്ടാമൃഗത്തിനാണ് കണ്ടത്. തൊലിക്കെട്ടി ഭയങ്കര കൂടുതൽ ആൾക്ക്. കൂട്ടുകാരനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലേ? നടക്കണ്ട ഇയാള്. ഇങ്ങനെ നമ്മുടെ കണ്ടാമൃഗം, അതായത് റൈനോ, അടിപൊളി. ആളെന്തോ ഫുഡൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെ കണ്ടില്ലേ, എന്തൊക്കെയോ പറക്കി തിന്നുന്നുണ്ട്. എന്തൊക്കെയോ ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അതിന്. ഒരുപാട് സ്ഥലം കണ്ട, അതും അടിപൊളിയായിട്ട് നല്ല രസമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പം ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കാണാം ഈ ചെറിയ ഗ്ലാസിൻ്റെ റൂമുകളായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ പക്ഷികളുണ്ട്. അതുപോലെ തന്നെ ഇത് കാണുമ്പോൾ ഒരു പൂച്ച പോലെയുണ്ട്. ചില എനിമൽസിൻ്റെ ഒന്നും പേര് ഇവിടെ കാണാനില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഓരോ ക്ലാസ് റൂമുകളിലായിട്ട് ഓരോരോ ജീവികളെ കാണാൻ പറ്റും. അതൊക്കെ കണ്ടിരിക്കാൻ തന്നെ രസം. മുന്നിക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായി. ഇത് കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ പേരെന്താണെന്ന് അറിയില്ല കേട്ടോ.
കാണാൻ നല്ല രസമുണ്ട് കാണാനായിട്ട്. എന്തായാലും ഇനി അടുത്ത സ്ഥലത്തേക്ക് പതുക്കെ നീങ്ങാം. നമ്മളെ കടിക്കില്ലല്ലോ, അത് പിന്നെ എന്താ ഡിയറിനെ കൂട്ടിലിട്ടിട്ടുള്ളത്? ഡിയർ പുറത്തേക്ക് പോലെ കൂട്ടിലിട്ടില്ലെങ്കിൽ. ഇത് കണ്ട ശരിക്കൊരു വുഡൻ പീസ് പോലെ തോന്നിയിരുന്നത്, പക്ഷെ അത് വുഡിൻ്റെ അല്ല കേട്ടാ. എന്തായാലും സൂപ്പറായിട്ടുണ്ട്, നല്ല ശരിക്കും നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അതേ മാനുകളൊക്കെ ഇങ്ങനെ പുല്ലൊക്കെ തിന്നതിൻ്റെ ഉള്ളിൽ സുഖമായിട്ടിരിക്കണം. അതും മാനുകൾക്കൊക്കെ ഓടിക്കളിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ, അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളിനി പതുക്കെ നടക്കട്ടെ. എങ്ങനെയുണ്ട് ഡിയർ? അടിപൊളി. മുന്നി ഹാപ്പി ആയില്ലേ? മുന്നി അതിനെ നോക്കിക്കൊണ്ട് നിൽക്കാം. തൃശ്ശൂർ കാഴ്ച ബംഗ്ലാവ് കണ്ടിട്ടുള്ളത്, അപ്പൊ അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത്. അതിന്റെ ഒരു സന്തോഷമാണല്ലേ കഥകളിൽ കേട്ട അനിമൽസും പിന്നെ ഇതിലൊക്കെ അല്ലേ കാണുന്നത്, ടാബിലൊക്കെ അല്ലേ കാണുന്നത്. ഇനി ലയണ്ണ കാണുന്നത് എന്നെ കാണണം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് നമുക്ക് ലയൺ. അടുത്തത് സീബ്ര, 5 എണ്ണം. സീബ്ര ഒരുപാടുണ്ടല്ലോ അല്ലേ? 2 എണ്ണം അവിടെ നിൽക്കുന്നുണ്ട്. ഈ ഒരു കോർണറിലായിട്ട് അതുപോലെ തന്നെ ഒരുപാട് സീബ്ര ഉണ്ട്. 3, 4, 5, 5-6 ഉണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും നല്ല രസമാണ്, നമുക്കതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു രസമുണ്ടല്ലോ, അത് അടിപൊളി. അങ്ങനെ ജിറാഫിനെ കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ജിറാഫിനെ കാണാൻ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് കുറച്ച് മുകളിലേക്ക് വരണം. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ജിറാഫിനെ ഇവിടെ നിന്ന് കാണാം. അങ്ങനെ നമ്മുടെ അടുത്തേക്ക് 2 ജിറാഫ് വന്നു കേട്ടോ. കുറച്ച് ഇത്രയും അടുത്ത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ജിറാഫിനെ. അതിൻ്റെ ഹൈറ്റ് കണ്ട, നല്ല ഹൈറ്റ് ഉണ്ട് ശരിക്കും. ഞങ്ങൾ നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്, അതും കഴിഞ്ഞിട്ടാണ് ആൾക്ക് തല. അപ്പം എത്ര വരെ ഹൈറ്റിലെത്തും നോക്കിയാലേ. ഇവിടെ അച്ഛനും മോളിന്റെ ജിറാഫിന് പുല്ല് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക, വെയിറ്റ് ചെയ്തിട്ട്. പുല്ല് നമ്മൾ തിന്നണ്ട, ഒരു ജിറാഫ് വരുന്നില്ല. ജിറാഫിനും കൂടി തോന്നണേ മേടിക്കണം. ജിറാഫേ, ജിറാഫ് കം. ജിറാഫ് കം. വന്നെ ജിറാഫിന് പുല്ല് കൊടുക്കാൻ പോട്ടെ. കണ്ട, ജിറാഫ് വരുന്നില്ല അടുത്തേക്ക്. ജിറാഫ് ജിറാഫ് എന്നൊക്കെ വിളിക്കുന്നു. അത് വരുന്നുണ്ട് കേട്ടോ. അയ്യോ, എന്റെ അടുത്തേക്കാണല്ലോ വന്നത്. നമ്മുടെ ഫുഡ് മേടിക്കില്ല അല്ല ജിറാഫ്? ഇത് ഇഷ്ടപ്പെട്ടു. നമ്മുടെ മഞ്ഞ കളർ പിടിച്ചിട്ടില്ല, ജിറാഫിന്റെ കളറായ കാരണം. അടുത്തത് നമ്മുടെ ഒട്ടകപ്പക്ഷി, അടിപൊളി. അവരെല്ലാവരും ഭയങ്കര ബിസിയാണ്. 1, 2, 3, 4, 4-5 ഒട്ടകപ്പക്ഷി ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അത് മണ്ണിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കുന്നാവും. മണ്ണിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടെങ്കിലേ. മുന്നേ എന്തായാലും ഹാപ്പി ആയി. എന്തിനാ തലയിൽ നാളെ വീഴാണ്? അല്ല, പുല്ലൊക്കെ കണ്ടപ്പോ നാട്ടിലെ പോലെ തോന്നാം. ഇനിയിപ്പോൾ നമുക്ക് ഒരുപാട് ബേഡ്സിനെ കാണാൻ. ഇവിടെ ഒരു നെറ്റ് അടിച്ചിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ വിശാലമായിട്ട് പറന്ന് കിടക്കാം, അത്രയ്ക്കധികം ഏരിയ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബേഡ്സിനാണ് പോയിട്ട്. അടിപൊളി അല്ലേ? ഇതിൻ്റെ ഉള്ളിലാണ് ഒരുപാട് പക്ഷികളുണ്ട് കേട്ടോ. അത്രയ്ക്കധികം ഒരുപാട് ഏരിയ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഈ പാർക്കിലേക്ക് വരുമ്പോ കാണാം, അകലെന്ന് ആ റോട്ടിൽ നിന്ന് തന്നെ വരുമ്പോ കാണാം അല്ലേ? മുന്നിക്കുട്ടി ബേഡ്സിനെ കാണാനുള്ള ഓട്ടത്തിലാണ്. ആൾക്ക് ബേഡ്സിനെ കാണാൻ ഇപ്പോൾ തിരക്കായി. ഞങ്ങൾ ആ നെറ്റുള്ള ഒരു ടെന്റ് പോലത്തെ സംഭവമില്ലേ ബേഡ്സിന്റെ, അപ്പൊ അതിന്റെ ഉള്ളിൽ കയറി. അതിന്റെ ഉള്ളിൽ ഒരുപാട് മയിലുകൾ, അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി അല്ലേ? സൂപ്പർ. ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലേ നമ്മള് ആനിമൽ സഫാരി കാണില്ല, ആനിമൽസിനെ കാണാം. അതുപോലെ ബേർഡ് സഫാരി ഫീലിംഗ് ആണ്. ഫുൾ ബേർഡ്സ് ആണ് താഴെയും ഒക്കെ. നല്ല അതിന്റെ ഇടയിൽ കുറെ ഫൗണ്ടൻസും പോണ്ടൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി സ്ഥലം, നല്ല ഫീലിംഗ്.
അതെ, നല്ല അടിപൊളി സ്ഥലം. ശരിക്കും ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അത് കാരണം നല്ല നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നല്ലൊരു ഫീല് കിട്ടുന്നുണ്ട്. കണ്ട മയിൽ ഇങ്ങനെ അതേ അപ്പുറത്തേക്ക് പറക്കും. അതെ, ആഹാ. ഇവിടെ ശരിക്കും നേരം പോകുന്നത് അറിയില്ല കേട്ടോ. ഇതൊക്കെയും കണ്ട് നിൽക്കുമ്പോൾ ഒരുപാട് സമയം ഇങ്ങനെ നോക്കി നിന്ന് പോകും നമ്മൾ. അത്രയ്ക്ക് രസമല്ലേ. നല്ല മയിലുകളൊക്കെ ഒരുപാട് മയിലുകളുണ്ട്. അതുപോലെ ദേ ഒരു മയിൽ കണ്ടില്ലേ, അതെന്തൊക്കെയോ ഭക്ഷണങ്ങൾ ഇങ്ങനെ കൊത്തി തിന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ശരിക്കും അതിൻ്റെ പീലിക്കൊന്ന് വിടർത്തി കാണുകയാണെങ്കിൽ അടിപൊളിയായനെ. ഹലോ, ആ പീലിയൊന്നൊന്ന് വിടർത്തിയേ. ആള് മൈൻഡ് ചെയ്യണില്ല. ആള് ഭക്ഷണം കഴിക്കുന്ന തിരക്കില്ല. ഇടയ്ക്ക് തലയ്ക്കും പൊന്തിച്ച് നോക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള രീതിയിൽ. ആഹാ, എന്തും ഭംഗിയല്ലേ കാണാനായിട്ട്. പോണ്ടൊക്കെയും കണ്ടില്ലേ, നല്ല രസമല്ലേ കാണാനായിട്ട്. അടിപൊളി കേട്ടോ, അടിപൊളി. ഒരു രക്ഷയില്ല, നല്ല രസമുണ്ട്. സമയം പോകാൻ വേറെ ഒന്നും വേണ്ട, ഇതിൻ്റെ ഉള്ളിൽ നടന്നാൽ മതി. കണ്ടാ ശബ്ദം കേൾക്കുന്നുണ്ടാവില്ലേ, കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. കിളികളുടെ ഒരുപാട് കിളികൾ കരയുന്ന ശബ്ദമൊക്കെയും കേൾക്കാം. അപ്പോൾ ഇതിൻ്റെ അതെ ഭയങ്കര രസം. അതെ, കുഞ്ഞിക്കുട്ടി ഇനി കാത്തിരുന്ന ആ നിമിഷം എത്തിയില്ലേ. ലയൺ ഏതാ ലയൺ? ലയൻ കണ്ടില്ലേ, ആളിതൊന്നും മൈൻഡ് ചെയ്യണില്ല കേട്ടോ. ആൾക്കിതൊന്നും ഒന്നല്ല എന്നുള്ള രീതിയിലിരിക്കുന്നത്. ഇതൊക്കെ കുറേ കണ്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ആളവിടെ ഇരിക്കുന്നത്. എടാ ലയണേ, എവിടെ? മുന്നി എന്തായാലും ഹാപ്പി ആയി. മുന്നിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ലയണ്ണ കാണണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതായിരുന്നു. ഇപ്പം ലയണ്ണ കണ്ടപ്പോൾ ആൾ ഹാപ്പി ആയി. അതുപോലെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ടൈഗറും ഉണ്ട്, കടുവ. അവരാരും നമ്മളൊന്നും മൈൻഡ് ചെയ്യണില്ല. ഇതൊക്കെ ഇങ്ങനെ സ്ഥിരം കണ്ടിട്ടേ ഇതൊക്കെ ഒന്നല്ല എന്നുള്ള രീതിയിൽ അവരിയ്ക്കുന്നത്. ഉറക്കം വന്നിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. ടൈഗർ ഇനിയും ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. 1 2 3 4 ടൈഗറൊക്കെ ഉണ്ട്. ടൈഗർ മുന്നേ ടൈഗറിനെ കണ്ട. അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള റൂമാണ് അത്. ടൈഗർ, ലയൺ എല്ലാത്തിനും നല്ല സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കതുപോലെ തന്നെ അടുത്തേക്ക് അങ്ങോട്ട് എത്താനും പറ്റില്ല. നമ്മൾ അതിന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അത് നല്ലതാണ്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. വാവ്, അടുത്ത ആൾ വരുന്ന നോക്കിയേ, ബ്ലാക്ക് പാന്തർ. അതുപോലെ ജഗൂർ, നമ്മൾ കരിമ്പുലി എന്നൊക്കെയും പറയുന്നു. എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. ഭയങ്കര നമ്മുടെ വെൽവെറ്റിൻ്റെയൊക്കെയും പോലെ, ഒരു ബ്ലാക്ക് വെൽവെറ്റിൽ പൊതിഞ്ഞ പോലെ നല്ല രസമുണ്ട് കാണാനായിട്ട്. വാവ്, എന്താ രസം. അതുപോലെ അപ്പുറത്തെ കൂട്ടിൽ തന്നെ നമ്മുടെ വൈറ്റ് ടൈഗർ കിട്ടുക, വരയൻ പുലി. ആളിങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, എന്തെങ്കിലും ഫുഡൊക്കെയും കിട്ടുമെന്നുള്ള ഇതിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരത്തെ ഒരാൾ വന്നിട്ട് ഫുഡൊക്കെയും കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇനി നമുക്ക് പതുക്കെ കുരങ്ങന്മാർ കണ്ടില്ലേ, കുരങ്ങന്മാരുടെ കൂട്ടിൻ്റെ ഉള്ളിൽ അവർ ഫുഡൊക്കെയും കഴിച്ച് ഇങ്ങനെ അടിച്ച് പൊളിച്ച് നടക്കുന്നുണ്ട്. ഓറഞ്ചും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓറഞ്ചൊക്കെ എടുത്ത് തിന്നുന്നുണ്ട്. ഭയങ്കര വലിയ കൂടാണ് കേട്ടോ അതിൻ്റെ. നല്ല ഇവർക്ക് ശരിക്കും ഓടിക്കളിക്കാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അതിൻ്റെ ഉള്ളിൽ. അതൊരു സ്റ്റീലിൻ്റെ ഒരു ഫ്രെയിം അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. പുറത്തേക്ക് അങ്ങനെ വരാനൊന്നും പറ്റുന്നില്ല. ഈ കുരങ്ങ ആൾ തമാശക്കാരനാണ് കേട്ടോ, കണ്ടില്ലേ. ആൾ കൈയൊക്കെ ഇട്ടിട്ട് കളിയാക്കുക ആൾക്കാരെ. ഭയങ്കര വികൃതിയാണ്. ആ ഗ്രില്ലുമ്മ കയറി മുകളിലേക്ക് പോകും, പിന്നെ അടിയിലേക്ക് വരും, പിന്നെ കൈ കാണിക്കും, പിന്നെ നമ്മളെ കളിയാക്കും. ഇതാണ് ആളുടെ പരിപാടി. ഷേക്കിൻ്റെ കൈ തരാനായിട്ട് കൈക്ക് നീട്ടുന്നുണ്ട്, പിന്നെ കളിയാക്കുക. അതാണ് ആളുടെ ഒരു രസം. ആൾക്കൊരു നേരം പോക്ക്. കുരങ്ങന്മാരെ കാണുമ്പോൾ കുരങ്ങന്മാർക്കൊരു രസം അല്ലേ. അൽക്കൂർ പാർക്കിൽ സമയം പോയത് അറിഞ്ഞില്ല. രാത്രിയായി തുടങ്ങി. എന്തായാലും അടിപൊളി. നമ്മളിവിടെ വന്നപ്പോൾ ഭയങ്കര സന്തോഷം എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേ. അപ്പോൾ നമ്മൾ അൽക്കൂർ പാർക്കിൽ എൻട്രൻസ് കയറി ലെഫ്റ്റിലേക്ക് വരാണെങ്കിൽ ഒരുപാട് ലയൺ, ടൈഗർ, അങ്ങനെ പുലികൾ ലെഫ്റ്റ് സൈഡിൽ. അതെ, റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ സീബ്ര, പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം കയറി വഴിക്ക് ലെഫ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ പുലികളെ കാരണമെങ്കിൽ അതെ മങ്കിയും ലെഫ്റ്റ് സൈഡിൽ തന്നെ. രസമാണ്. അവരേക്ക് നേരം പോകാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിന്നാൽ മതി. അടിപൊളിയാണ്. അവരുടെ ഓരോ ആക്ടിവിറ്റീസ്, അവരുടെ വികൃതികൾ കാണുമ്പോൾ നല്ല രസം. എന്തായാലും ഒരുപാട് അനിമൽസ് വന്നിട്ടുണ്ട്, കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ശരി, അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പം സമയം പോകുന്ന അറിയില്ല. അപ്പം എന്തായാലും ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോട്ടെ. ബൈ ബൈ. ഓക്കെ.